മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ പ്രാഥമിക നടപടികൾ തുടങ്ങി. ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റുകളിൽ സംയുക്ത സർവേ ആണ് നടക്കുന്നത്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേ. കൽപ്പറ്റയിൽ നിന്ന് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് സംയുക്ത സർവേക്ക് തുടക്കമായിരിക്കുന്നത്. റവന്യൂ, കൃഷി, വനം വകുപ്പിലെ ജീവനക്കാരാണ് സർവേ നടപടികളിൽ പങ്കെടുക്കുന്നത്. 10 സംഘങ്ങളായിട്ടാണ് സർവേ നടത്തുക. പ്രധാനമായും ഈ എസ്റ്റേറ്റിലെ കാർഷിക വിളകളുടെയും മരങ്ങളുടെയും കണക്കെടുപ്പ്, അവയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, അത്തരത്തിൽ മഹസറുണ്ടാക്കൽ തുടങ്ങിയ നടപടികളാണ് നടക്കുക. ഭൂമിയുടെ സർവേ നേരത്തെ പ്രാരംഭ നടപടിയായി നടത്തിയിരുന്നു. മറ്റ് കാര്യങ്ങളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഈ എസ്റ്റേറ്റിൽ നിന്ന് 77 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കൽപ്പറ്റ നഗരസഭയിൽ കൽപ്പറ്റ ബൈപ്പാസിനോട് അടുത്ത് കിടക്കുന്ന എസ്റ്റേറ്റ്, തേയില എസ്റ്റേറ്റ് ആണ്. അവിടെ നിന്നാണ് 77 ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കുക. മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാലയിൽ ഹാരിസൺ മലയാളം കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള 68 ഹെക്ടർ ഭൂമി കൂടി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സംയുക്ത സർവേ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നെടുമ്പാലയിലേക്ക് ഈ സംഘം നീങ്ങുക. ഇതേ സംഘം തന്നെയാണ് എല്ലാ സ്ഥലത്തും സർവേ നടത്തുന്നത്. 10 ടീമുകളാണ്. അത് തിരിഞ്ഞായിരിക്കും സർവേ. ADM ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്തായാലും പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കാൻ ഉള്ള സർക്കാർ തീരുമാനം ജനുവരി 1 തന്നെ നടപ്പാവുകയാണ്. എന്തായാലും പുതുവർഷത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് നല്ല ഒരു വാർത്തയാണ് നൽകാനുള്ളത്. പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സംയുക്ത സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.